സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഒരു പുതിയ നിയമത്തെ പറ്റിയിട്ട് ഒരു ന്യൂസ് എല്ലാവരും കേട്ട് കാണും. എന്നുവെച്ചാൽ എഗ്രിമെൻ്റ് വയ്ക്കാത്ത ആളുകൾ പുതിയതായിട്ട് വിസയിൽ വന്നിട്ട് ക്യുവ പോർട്ടൽ വഴി എഗ്രിമെൻ്റ് രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ 60 ദിവസത്തിനകം ഉറൂബാകും, ഓട്ടോമാറ്റിക് ഉറൂബാകും. എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഉറൂബാക്കും എന്നുള്ള നിയമം. ഇത് ഈ ടെർമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിയമമുണ്ട്. എന്നുവെച്ചാൽ ടെർമിനേഷൻ ചെയ്തിട്ട് ഇപ്പോൾ അത് സ്വന്തം നമ്മൾ ക്യുവ വഴി കരാറ് ക്യാൻസൽ ചെയ്താലും സ്പോൺസർ അല്ലെങ്കിൽ കമ്പനി ആയിട്ട് ചെയ്താലും 60 ദിവസത്തിനാവും നമ്മൾ സ്പോൺസർഷിപ്പ് മാറുമോ അല്ലെങ്കിൽ എക്സിറ്റ് അടിച്ച് പോവുകയും ചെയ്യണം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഉറൂബാവും എന്നുള്ള നിയമത്തിൻ്റെ കൂടെ തന്നെ പുതിയതായിട്ട് കൂട്ടിച്ചേർത്തേക്കുന്നത് വെച്ചാൽ പുതിയ വിസയിൽ വന്നിട്ട് 60 ദിവസത്തിനകം ക്യുവ പോർട്ടൽ വഴി എഗ്രിമെൻ്റ് സൈൻ ചെയ്യാത്ത ആളുകൾക്കും ഓട്ടോമാറ്റിക്കലി ഹുറൂബാവും. എന്ന് വെച്ചാൽ ഹുറൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചോട്ടം, ജോലി ഇല്ല ഒളിച്ചോടിയ ഗണത്തിൽപ്പെട്ട ആൾക്കാരാണ് ഹുറൂബ് എന്ന് പറഞ്ഞത്. എന്നാൽ ആബ്സെൻ്റ് വർക്ക് അതാണ് അതിന് അറബിയിൽ മുത്തഖൈബത്ത് റാമൽ എന്ന് പറയും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ പഴഞ്ചൊല്ല് പറഞ്ഞ കണക്ക് കോനുമേക്കൊരു അല്ലെങ്കിൽ ഇടിവെട്ടിൻ്റെ തലയിൽ പാമ്പ് പിടിച്ചെന്ന് പറഞ്ഞ കണക്കുള്ള ഓരോരോ നിയമങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതനുസരിച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ഇപ്പോൾ കുറേ പേര് പെട്ടുപോകുന്നുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ പുതിയ ആൾക്കാർക്ക് മാത്രമല്ല, പഴയ ആൾക്കാരായാലും ജോലിയില്ല, കുറേ ദിവസമായിട്ട് ജോലിയില്ല, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പുറത്താക്കി, സ്പോൺസർ അല്ലെങ്കിൽ കമ്പനി ജോലിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ എത്രയും പെട്ടെന്ന് ക്യുവ പോർട്ടലിൽ നമ്മൾ ക്യാൻസൽ ചെയ്യും, എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യും, വേറെ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ആവാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം നടത്തും. അപ്പോൾ ആ ക്യാൻസൽ ചെയ്താൽ ക്യുവ പോർട്ടലിൽ നമ്മൾ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ 60 ദിവസം ടൈമാണ്. 60 ദിവസത്തിനകം നമ്മൾ സ്പോൺസർഷിപ്പ് മാറിക്കൊള്ളണം, കമ്പനി ചേഞ്ച് ആയിക്കൊള്ളണം. ഇല്ലെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ലേബർ കോർട്ടായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ എക്സിറ്റിന് പേപ്പർ കിട്ടും. എക്സിറ്റ് അടിച്ച് പോയാൽ വേറെ വിസയിൽ വരാം. അതല്ലെങ്കിൽ 60 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഉറൂബായാൽ അല്ലെങ്കിൽ ആബ്സെൻ്റ് വർക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എക്സിറ്റ് അടിക്കണമെങ്കിൽ നമ്മൾ തർഹീലിൽ പോകണം. അപ്പോൾ പിന്നെ അത് തിരിച്ചു വരാൻ പറ്റത്തില്ല. അപ്പോൾ വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് ന്യൂസുകൾ കാണുക, അതാണ് ഏറ്റവും പ്രധാനം. ഗൾഫിൽ ജീവിക്കുന്നവർ, പ്രത്യേകിച്ചും സൗദിയിൽ ജീവിക്കുന്നവരെന്ന് വെച്ചാൽ ന്യൂസുകൾ എന്നും കാണുക, അതാണ് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യം. അതിനകത്ത് എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ അപ്പോൾ അറിയണമെങ്കിൽ നമ്മൾ ന്യൂസുകൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാലേ പറ്റുള്ളൂ. താങ്ക് യു.